അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തിട്ടുണ്ടാകും. സുരേഷ് ഗോപി എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും നോക്കിക്കാണുന്ന ഇഷ്ടപ്പെടുന്ന ഒരു നേതാവായിരിക്കും. പ്രത്യേകിച്ച് സിനിമാ ഫീൽഡിനുമായി ഇഷ്ടപ്പെടുന്നവർ സുരേഷ് ഗോപി ഇഷ്ടപ്പെടുന്നവരുണ്ടാകും. ഒരു ക്രിസ്ത്യൻ അലയൻസ് അവരാഗ്രഹിക്കുന്നുണ്ട് എന്ന് അവരുടെ പല പ്രസ്താവനകളിലും നിലപാടുകളിലും നമ്മൾ മനസ്സിലാകുന്നുണ്ട്. നമുക്ക് BJP ഞങ്ങളൊരിക്കലും തൊട്ടുകൂടാത്ത പാർട്ടിയായിട്ടോ എന്തോ ഭീകരപ്രസ്ഥാനമായിട്ടൊന്നും ഞങ്ങളാരും കരുതുന്നില്ല. അല്ല, സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ തന്നെ അത് പാസ്സാക്കിയിട്ടുണ്ട്. അത് ക്രൈസ്തവരെ ബുദ്ധിമുട്ടിക്കാനും പീഡിപ്പിക്കാനും വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഈ കണ്ടമാനം ധാരാളം ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സ് എന്ന് BJP-യിൽ നിൽക്കുകയുണ്ട്. അപ്പം BJP-യുടെ ചർച്ചിൻ്റെ ഒരു അൺടച്ചബിലിറ്റി മാറിയുണ്ട്. BJP ക്രൈസ്തവ കാൻഡിഡേറ്റ്സിനെ നിർത്തി എന്നുള്ളത് സത്യമാണ്. അഭൂതപൂർവമായ ഒരു എണ്ണം ഈ BJP കാൻഡിഡേറ്റ്സിൽ ക്രിസ്ത്യൻസിന് വന്നത് ഞങ്ങളും ശ്രദ്ധിച്ചിരുന്നു. അത് അവരുടെ സഭ അവരോട് ആവശ്യപ്പെട്ടതുകൊണ്ട് അവർ ചെയ്തതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് അവർക്ക് അവരുടെ മേലുള്ള ചില ലേബലുകൾ മാറ്റിയെടുക്കാൻ അവരാഗ്രഹിക്കുന്നു. അവരുടെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അവർ ഒരു ക്രിസ്ത്യൻ അലയൻസ് അവരാഗ്രഹിക്കുന്നുണ്ട് എന്ന് അവരുടെ പല പ്രസ്താവനകളിലും നിലപാടുകളിലും നമ്മൾ മനസ്സിലാകുന്നുണ്ട്. നമുക്ക് BJP ഞങ്ങളൊരിക്കലും തൊട്ടുകൂടാത്ത പാർട്ടിയായിട്ടോ എന്തോ ഭീകരപ്രസ്ഥാനമായിട്ടൊന്നും ഞങ്ങളാരും കരുതുന്നില്ല. പക്ഷേ ഉത്തരേന്ത്യയിൽ ക്രൈസ്തവ മിഷണറിമാർ അനുഭവിക്കുന്ന പീഡനങ്ങൾ, വേദനകൾ, അവർക്ക് ഇപ്പോൾ ഇതുപോലൊരു ലോവയിട്ടോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിന് അവരുടെ ഉടുപ്പിട്ടോ നടക്കാൻ മേലാത്ത സാഹചര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കതിൽ ദുഃഖമുണ്ട്. നമുക്ക് ജാർഖണ്ഡിൽ 2 സിസ്റ്റേഴ്സ് ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കണ്ടമാനിലെ കലാപം, ഒറീസയിലെ പ്രതിസന്ധികൾ, ഇതെല്ലാം ഞങ്ങളെ ഭാരപ്പെടുത്തുന്നതാണ്. ഈ ക്രിസ്തു മതവുമായിട്ടുള്ള സൗഹാർദ്ദം എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ മാത്രമായിട്ടൊരു സൗഹാർദ്ദത്തെക്കുറിച്ച് BJP ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. അത് ഒരു ദേശീയ തലത്തിൽ തന്നെ ഈ പ്രതിസന്ധിയെ കാണണം, അതിന് പരിഹാരങ്ങൾ ഉണ്ടാകണം. അങ്ങനെയുണ്ട് എങ്കിൽ മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയോടും കാണിക്കുന്ന തുറന്ന മനസ്സ് ഇവിടുത്തെ ക്രൈസ്തവ സഭയ്ക്ക് BJP-യോട് കാണിക്കുന്നതിനും എതിരൊന്നുമില്ല. പക്ഷേ ആ പ്രദേശങ്ങളിലെല്ലാം അവർ പലപ്പോഴും എന്നോട് സംസാരിക്കുമ്പം പറയാറുണ്ട്, അത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ പർവ്വതീകരിക്കപ്പെടുകയാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എങ്കിലും, കാരണം അവിടെയൊക്കെ ക്രിസ്ത്യാനികൾ വളരെ വിരലിലുണ്ടാവുന്നതേ ഉള്ളൂ. അവരുടെ സ്ഥാപനങ്ങളിലേക്കെല്ലാം ഈ അനധികൃതമായി കടന്നു കയറുക, അതെല്ലാം തല്ലിപ്പൊളിക്കുക, നശിപ്പിക്കുക, ദേവാലയങ്ങൾക്ക് തീയിടുക, അതുപോലെ ഒരു തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് സിസ്റ്റേഴ്സിന് നടക്കാൻ മേലാത്ത സാഹചര്യം ഉണ്ടാവുക. ഇതൊക്കെ ഈ രാജ്യത്ത് ഞങ്ങൾ ആരുടെയും ഔദാര്യം ചോദിക്കുന്നതല്ല, ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ്. ആ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തും എല്ലാ പൗരന്മാർക്കും. എല്ലാവർക്കും ആ തുല്യനീതി എന്ന ആ ഒരു ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ രാജ്യം ഭരിക്കുന്ന കക്ഷി തയ്യാറായാൽ തീർച്ചയായും അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള സമീപനങ്ങൾ ക്രൈസ്തവ പക്ഷത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിചാരം. ഈ BJP ഭരിക്കുന്ന ഇന്ത്യയിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സേഫ് അല്ല എന്നൊരു തോന്നലുണ്ടോ? സേഫ് അല്ല എന്ന തോന്നലൊരു ജനറൽ പ്രസ്താവനയായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് പല സംഭവങ്ങളും ഇത്തരത്തിലുള്ള സംശയങ്ങൾക്ക് ഇടവരുത്തുന്നു എന്നുള്ളത് വസ്തുതയാണ്. ആ വസ്തുതകൾ നമ്മൾ കണ്ടില്ല എന്ന് വയ്ക്കുന്നതിൽ അർത്ഥമില്ല. തെറ്റിനെ തെറ്റ് എന്ന് വിളിക്കാൻ ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ച കാര്യമാണ്. ടു കോൾ എ സ്പെയ്ഡ് എ സ്പെയ്ഡ്. ഇത് മതപരമായ വിവേചനമാണ് എങ്കിൽ വിവേചനമാണ് എന്ന് തന്നെ പറയാൻ ഞങ്ങൾ ആരെയും ഭയപ്പെടാറില്ല. അതിനുവേണ്ടി ഉണ്ടാകുന്ന നഷ്ടങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാറുമില്ല. അതുകൊണ്ടാണ് സിസ്റ്റർമാർ അനധികൃതമായി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ കേരളത്തിലെല്ലാവരും തന്നെ ശക്തമായി പ്രതിഷേധിച്ചു. അതിൻ്റെ മുൻനിരയിൽ പ്രസംഗിച്ചവരിൽപ്പെട്ടയാളാണ് ഞാനും. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ ഭരണഘടന സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യം എല്ലാവരും ഉറപ്പുവരുത്തും. അത് ഭരണകർത്താവിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് വീഴ്ച വരുത്താൻ പാടില്ല.
BJP ഭരിക്കുന്ന ഇന്ത്യയേക്കാൾ ക്രിസ്ത്യൻസ് കുറച്ചുകൂടി സേഫ് ആയിരുന്നു കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് എന്നൊരു ചിന്ത സഭയ്ക്കുണ്ടോ? ഈ 50 കൊല്ലത്തെ കോൺഗ്രസ് ഭരണത്തിൽ ഈ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം മതപരിവർത്തന നിരോധന നിയമ ബില്ലുകൾ അതിൽ പലതും കോൺഗ്രസ് മിനിസ്ട്രിയിലാണ് പാസ്സാക്കിയിരിക്കുന്നത്. അല്ല, സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ തന്നെ അത് പാസ്സാക്കിയിട്ടുണ്ട്. അത് ക്രൈസ്തവരെ ബുദ്ധിമുട്ടിക്കാനും പീഡിപ്പിക്കാനും വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും വസ്തുതയാണ്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു മാറ്റം, ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചില തീവ്ര നിലപാടുകാർ കയ്യിലെടുത്തിരിക്കുക. ഇത് ആരെയും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്നതിന് എതിരാണ് കത്തോലിക്ക സഭ. അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അതേസമയം ഒരുപറ്റം വിശ്വാസമുണ്ട്, അവന് ഈ വിശ്വാസം സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, അവനെ സ്വാഗതം ചെയ്യണം. ഇതാണ് സഭയുടെ നിലപാട്. അത് രാജ്യത്തിൻ്റെ ഭരണഘടനയെ അത് ഉറപ്പു തരുന്ന കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഞങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഇവിടെ പലപ്പോഴും പല സംസ്ഥാനങ്ങളിലെ അടുത്ത കാലത്ത് പാസ്സാക്കിയ മതപരിവർത്തന നിരോധന നിയമം, നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം, ആ നിർബന്ധിത മതപരിവർത്തനത്തെ 100% ഞങ്ങളും എതിർക്കും. പക്ഷേ അതാരാണ് ഇത് നിർബന്ധിതമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്? അതാണ് അടിസ്ഥാനപരമായ ചോദ്യം. അത് തീരുമാനിക്കുന്നത് നാട്ടിലെ ഈ സാമൂഹ്യ വിരുദ്ധർ അത് തീരുമാനിക്കാൻ തുടങ്ങിയാൽ അത് അപകടകരമാണ്. നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നതിൻ്റെ ശരിയായ സ്പിരിറ്റിൽ അത് നടപ്പിൽ വരുത്താനും രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥിതി ഉറപ്പുവരുത്താനും ഭരണകൂടങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. നിയമവ്യവസ്ഥിതി പലപ്പോഴും ഈ ഗുണ്ടായുസങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഇത്തരം നിയമങ്ങൾ ആ ഗുണ്ടായുസത്തിന് വഴിമരുന്നിടുകയും ചെയ്യുന്നു എന്നുള്ള ആക്ഷേപമാണ് ഞങ്ങൾക്ക് ഈ കാലഘട്ടത്തിലുള്ളത്. രാജേഷ് ആദ്യം ചോദിച്ചൊരു ചോദ്യത്തോട് തുടർ ചോദ്യമാണ്. സഭയ്ക്ക് BJPയോട് ഒരു ഇൻക്രീസിങ് അഫിനിറ്റി നമ്മൾ ഈയിടെയായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. പ്രത്യേകിച്ചും തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ വിജയം, അവിടെ ഒരുപാട് കാത്തലിക് വോട്ട്സ് ലഭിച്ചതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് സുരേഷ് ഗോപി അവിടെ ജയിക്കുന്നത്. എന്നാൽ ഈ റീസെന്റ് LSG ഇലക്ഷൻസിന്റെ റിസൾട്ട് നോക്കിയാൽ ആ ക്രിസ്ത്യൻ വോട്ടുകൾ, പ്രത്യേകിച്ചും കാത്തലിക് വോട്ട്സ് ഒക്കെ തിരിച്ചു പിന്നെയും കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു പോയതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മാറ്റത്തെ സഭ ഒബ്സർവ് ചെയ്തിരുന്നോ? അത് ഇത് കേട്ടാൽ തൃശ്ശൂര് ക്രിസ്ത്യാനികൾ മാത്രമാണ് വോട്ട് ചെയ്തതെന്ന് വരും. അല്ല, ക്രിസ്ത്യാനികൾ അഡീഷണലി വോട്ട് ചെയ്തത് കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്. അഡീഷണലി വോട്ട് ചെയ്തത് ഈ ഇവർക്കായിരുന്നു എന്ന് പറയുന്നതും ഒരു പരിധിവരെ ശരിയാണ്. UDFനായിരുന്നിരിക്കാം. ആ ക്രിസ്ത്യാനികൾ ഇത്തവണ UDFന് വോട്ട് ചെയ്തില്ല, പകരം അത് BJPക്കാണ് വോട്ട് ചെയ്തത്. ക്രിസ്ത്യൻ വോട്ടുകളാണ് BJPയിലേക്ക് പോയത് എന്ന് സ്ഥാപിക്കാൻ നമ്മുടെ ഡേറ്റകളൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള ഡേറ്റകൾ അത് കൃത്യമായി അനലൈസ് ചെയ്താൽ മനസ്സിലായി. ചിലപ്പോൾ അവിടെ നിർത്തപ്പെട്ട കാൻഡിഡേറ്റുകളോടുള്ള പ്രതിഷേധം ഉണ്ടായിരിക്കും. അതല്ല എങ്കിൽ അവിടെ ഈ ആൻറ്റി ഇൻകംബൻസി ഫാക്ടേഴ്സ് അവിടെ സംഭവിച്ചിട്ടുണ്ടാകും. ആരാണ് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തത്? ആ വോട്ട് ചെയ്തെങ്കിൽ ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമസേനാണ്, BJP ജയിച്ചുവെങ്കിൽ അത് ക്രിസ്ത്യാനി വോട്ട് ചെയ്തിട്ടാണ് എന്ന ഒരു എളുപ്പവഴിയിൽ ക്രിയയിൽ അത് മുന്നണികളുടെ സ്വയം തിരുത്താനുള്ള കഴിവില്ലായ്മയെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തിട്ടുണ്ടാകും. സുരേഷ് ഗോപി എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും നോക്കിക്കാണുന്ന ഇഷ്ടപ്പെടുന്ന ഒരു നേതാവായിരിക്കും. പ്രത്യേകിച്ച് സിനിമാ ഫീൽഡിനുമായി ഇഷ്ടപ്പെടുന്നവർ സുരേഷ് ഗോപി ഇഷ്ടപ്പെടുന്നവരുണ്ടാകും. അതുകൊണ്ട് അത് സഭയൊന്നാകെ സുരേഷ് ഗോപിക്ക് പിന്തുണച്ചെന്നോ ക്രിസ്ത്യാനികളെല്ലാം കൂടെ BJPയിലേക്ക് ചേർന്നുവെന്നോ വിലയിരുത്താൻ ആ ഒരു വിജയം നിമിത്തമാകുന്നില്ല എന്നാണ് എൻ്റെ സുചിന്തിതമായ വിലയിരുത്തൽ. സുരേഷ് ഗോപിയുടെ വിജയത്തിൽ സഭയ്ക്ക് യാതൊരു ക്രെഡിറ്റും ഇല്ല എന്നാണ്. സഭ അങ്ങനെ ക്രെഡിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് അദ്ദേഹത്തിന്റെ വിജയം, ആ ക്രെഡിറ്റ് അദ്ദേഹത്തിന് തന്നെ ഇരിക്കട്ടെ. കേരളം ലെഫ്റ്റും കോൺഗ്രസും മാറി മാറി ഭരിക്കുന്ന ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ ഈ സഭയ്ക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു ലെഫ്റ്റ് ഭരിക്കുമ്പോഴാണ് ഒരു പ്രോ ക്രിസ്ത്യൻ, കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് കൂടുതൽ പ്രോ ക്രിസ്ത്യൻ മെഷേഴ്സ് ഉണ്ടാവുന്നത്, ഒരു സ്റ്റാൻഡ് ഉണ്ടാവുന്നത്. അങ്ങനെ വല്ല ഒരു പ്രോ ക്രിസ്ത്യൻ സ്റ്റാൻഡ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ആരിൽ നിന്നും. എന്ന് പറഞ്ഞാൽ
ഞങ്ങൾ അങ്ങനെ വഴിവിട്ട് എന്തെങ്കിലും മേടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. വാസ്തവത്തിൽ ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അന്യായമായി ഒന്നും നേടിയെടുക്കാൻ താല്പര്യമില്ലാത്തൊരു സമൂഹമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോ ക്രിസ്ത്യൻ ആകണം എന്ന് ഞങ്ങൾ, ദേ ഷാൽ നോട്ട് ബി ആൻറ്റി ക്രിസ്ത്യൻ എന്ന് മാത്രമേ ഞങ്ങൾ ഡിമാൻഡ് ചെയ്യാറുള്ളൂ. അങ്ങനെ ക്രിസ്തീയ വിരുദ്ധത ഉണ്ടാകാൻ പാടില്ല. ക്രിസ്ത്യാനികൾക്ക് അവകാശപ്പെട്ടത് നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. അവർക്ക് ജനസംഖ്യ ആനുപാതികമായി കിട്ടേണ്ട കാര്യങ്ങൾ അവർക്ക് കിട്ടണം. അത്തരം വിഷയങ്ങളിൽ ഞങ്ങൾ സംസാരിച്ചത് വസ്തുതാപരമായി തന്നെയാണ്. ഇപ്പം ഈ ന്യൂനപക്ഷ അവകാശങ്ങൾ 80-20% എന്നുള്ളത് അന്യായമാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞു. ഹൈക്കോടതി അത് അന്യായമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം ഈ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യയും ഇതര ന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യയും തമ്മിൽ ഉള്ള അനുപാതം അനുസരിച്ച് വേണം ഈ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ എന്ന് പറയുന്നത് ഭരണഘടനാപരമായ ഒരു നീതി ഉറപ്പാക്കലാണ്. ആ നീതി ഉറപ്പാക്കൽ ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങൾ ചോദിച്ചത് ഞങ്ങൾക്ക് ഇത്രയും കാലം വേറെ ആർക്ക് കൊടുത്തല്ലോ, ഇനി ഞങ്ങൾക്ക് കുറേ കാലം 80% തരണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ആ കോടതി പറഞ്ഞ നിയമം അനുസരിച്ച് ഇനി മുതൽ കാര്യങ്ങൾ ചെയ്യണം എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ ചില സുപ്രധാന വകുപ്പുകൾ അത് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റേതായി കൊണ്ട് നടക്കാതെ അവയെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തന്നെ കൈകാര്യം ചെയ്യും. ഇപ്പം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് കുറേ കൂടി വിശാലമായ ഒരു ചിന്താ ഫ്രെയിംവർക്ക് അതിൽ ചെയ്യുവാണെങ്കിൽ കുറേ കൂടി നീതിനിഷ്ഠമായ കാര്യങ്ങൾ നടപ്പിലാകും എന്നാണ് വസ്തുത. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ്, മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ CPM, അവർ പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുമ്പോൾ കുറേ കൂടി പക്ഷപാതരഹിതമായി കാര്യങ്ങൾ പോകാറുണ്ട്. ചില വകുപ്പുകൾ ചില മുന്നണിയിലെ ചില ഘടകകക്ഷികൾ കൈകാര്യം ചെയ്യുമ്പോൾ നീതി കിട്ടുന്നില്ല എന്ന തോന്നൽ ക്രൈസ്തവർക്ക് ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. അത് UDF-നോട് പ്രത്യേകിച്ചും ഇപ്പോൾ പിതാവ് ഉദ്ദേശിച്ചത് UDF വരുമ്പോൾ മുസ്ലിം ലീഗിനാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പോവുക എന്നുള്ള പ്രൊമൈസസിലാണ്. ഇല്ല, ഞാനത് കുറച്ചുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം UDF-നോട് ഉന്നയിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു വിഷയം. UDF-നോട് ഞങ്ങൾ നിങ്ങൾ ആരെ വിദ്യാഭ്യാസ മന്ത്രിയാക്കണമെന്ന് ഞങ്ങൾ പറയാൻ പോകുന്നു. ഞങ്ങളുടെ നിലപാട് ഞാൻ പറഞ്ഞു. നിലപാട് എന്ന് പറയുന്നത് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് നോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ട്. അതല്ലാതെ വരുമ്പോൾ പലർക്കും നീതി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ എല്ലാവരും ശ്രമിക്കും. അത് LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ.